യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ എൻ്റെ ഈ ബൈബിൾ വായിച്ച സമയത്തുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് ഇടണേ. എനിക്ക് ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു ആത്മീയ ഗുരുവിൽ നിന്നൊരു ചെറിയൊരു വേദനയൊന്നുമല്ല, ഒരു ആത്മീയ മുറിവ് എനിക്കും ഉണ്ടായി. അപ്പോൾ അത് ഞാൻ അടുത്ത കുമ്പസാരത്തിൽ ഷെയർ ചെയ്തപ്പോൾ ആ വൈദികൻ ഒരു വചനം പറഞ്ഞ് ആണ് എൻ്റെ കുമ്പസാരം പൂർത്തിയാക്കിയത്. പക്ഷെ എനിക്ക് ആ വചനത്തിൽ അതിങ്ങനെ എന്തുട്ടു എന്നോർത്ത് എനിക്കൊരു നെഗറ്റീവ് ഫീലാണ് ഉണ്ടായത്. പിന്നെ ഞാൻ ഈ 15 വർഷങ്ങളും എപ്പോഴൊക്കെ കുമ്പസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ അത് എൻ്റെ മനസ്സിലേക്ക് വരികയും വേദന കംപ്ലീറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒത്തിരി പ്രാവശ്യം ഞാൻ പലവട്ടം ബൈബിൾ വായിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഈ പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ആ 15 വർഷം മുൻപ് എന്നോട് പറഞ്ഞ വൈദികൻ പറഞ്ഞ ആ വചനം ഈ ബൈബിളിൽ അതേപടി അക്ഷരത്തെറ്റ് കൂടാതെ എഴുതി വെച്ചത് ഞാൻ കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഞാൻ ഈ 15 വർഷം ബൈബിൾ വായിച്ചിട്ടും കാണാത്തൊരു സംഗതി ബൈബിളിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് വായിച്ചതോടുകൂടി ഞാൻ ഇത്രയും കാലം കൊണ്ടുകിടന്ന വേദന, അതിനേക്കാളുപരി ഞാൻ ദൈവത്തോടും എനിക്ക് തോന്നിയ വിഷമം തോന്നിയ എല്ലാ വ്യക്തികളോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ദൈവം എനിക്ക് വേണ്ടി എന്നെ കാണിച്ചു തരാൻ വേണ്ടി, എന്നെ കണ്ണിൽ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി ഈ വചനം എടുത്ത് തുറന്ന് കാണിച്ചത് ഇത്രയും കാലം എടുത്തല്ലോ എന്ന് ഓർത്താണ്. കാരണം നമുക്ക് ദൈവം അനുവദിക്കപ്പെട്ട സമയത്ത് എല്ലാം സംഭവിക്കുകയുള്ളൂ. കാത്തിരിക്കുക എന്നുള്ള ആ വലിയൊരു വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു. ദൈവത്തിന് നന്ദി, ഒത്തിരി നന്ദി. അപ്പോൾ ഈ ബൈബിൾ കൂട്ടായ്മയ്ക്ക് ഒത്തിരി നന്ദി.